ശ്രീമഹാദേവ്യൈ നമ. ശ്രീമഹാദേവ്യൈ നമ. ശ്രീമദ്ദേവി മഹാഭാഗവതം പാരായണം ചെയ്തു വരണു. അതിൽ 4-ാമത്തെ അധ്യായത്തിൽ 58 ശ്ലോകം വരെയാണ് നമ്മൾ പാരായണം ചെയ്തത്. ഇടയ്ക്ക് വെച്ചൊരു ഒന്ന് കട്ടായി, അപ്പോൾ രണ്ടാമത് ചെയ്യുകയാണ്. ഇനി രണ്ട് അധ്യായങ്ങൾ കൂടിയിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ പിന്നെ അത് അങ്ങനെയാണ് പോയിക്കോട്ടെ വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇതിൽ ഫോർമാലിറ്റി ഒന്നും കണക്കാക്കണില്ല. അമ്മയുടെ കാര്യങ്ങൾ അങ്ങോട്ട് വായിക്കുക, അത്രയും ഇരിക്കുന്നുള്ളൂ. അതാണ്. ശ്രീ മഹാദേവി നമ. ഓം. ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് ചോദിക്കുകയാണ്, അങ്ങ് ആരെയാണ് ഭജിക്കണത് എന്ന്. ഇത് ചോദിക്കാനുള്ള കാരണം നാരദൻ ബ്രഹ്മാവിനോട് ചോദിച്ചു, അങ്ങ് ആരെയാ ഭജിക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ എന്നേക്കാൾ മീതെ മറ്റൊരാളുണ്ട് എന്ന് പറയാണ്. അപ്പോൾ വിഷ്ണു പറയാണ്, എന്നേക്കാൾ മീതെയാണ് ലക്ഷ്മി, എന്നേക്കാൾ മീതെയാണ് മഹാദേവി. ആ ദേവിയെക്കുറിച്ചുള്ള വിസ്തരിച്ചുള്ള കാര്യങ്ങൾ പറയാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുമോ, ഒരു സുഖമായിട്ട് വൈകുണ്ഠത്തിൽ ഇങ്ങനെ കഴിയുന്ന സമയത്ത് അനവധി അവതാരങ്ങൾ, അതേപോലെ ഗർഭവാസം, ഇതൊക്കെ സ്വീകരിക്കണമെന്ന് ആർക്കെങ്കിലും മോഹം ഉണ്ടാവുമോ? അതേപോലെ അസുരന്മാരെ നിഗ്രഹിക്കുക, യുദ്ധം, താല്പര്യമൊന്നുമില്ല ആർക്കും. അതെ, പ്രത്യേകിച്ച് സാത്വികനാണ്. അപ്പോൾ സാത്വികനായിട്ടുള്ള എനിക്ക് എങ്ങനെയാണ് ഈ യുദ്ധത്തിനോട് താല്പര്യം ഉണ്ടാവുക? അങ്ങനെ സംഭവിക്കുകയാണ്. അത് എന്താ കാരണം? നിയന്ത്രിക്കുന്നത് ഞാനല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഹയഗ്രീവ അവതാരത്തെ ഒന്ന് സൂചിപ്പിച്ചു. അതിനുശേഷം അടുത്ത അധ്യായത്തിൽ ഇനി പറയുകയാണ്, സരസ്വതി ദേവിയുടെ അവതാരവും പറയുന്നുണ്ട്. അതേപോലെ ഹയഗ്രീവ അവതാരം വിസ്തരിച്ച് കഥയും പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ മധുകൈടഭ വധം 3-4 അധ്യായങ്ങളെ കൊണ്ട് വിസ്തരിച്ച് പറയണത്. കാളി പ്രത്യക്ഷയാകുന്നതായിട്ട് രംഗങ്ങൾ, വിഷ്ണുവിൽ നിന്ന് ഈ കാളി നിദ്ര എന്ന രീതിയിലാണ് വിഷ്ണുവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നിദ്രാദേവി അവിടെ നിന്നും പ്രത്യക്ഷയായിട്ട് മഹാകാളിയായിട്ട് ദർശനം കൊടുക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെല്ലാവരും അത് കാണുന്നു. മധുകൈടവന്മാരെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വധിക്കാൻ തരാവണു. തുടർന്ന് ത്രിമൂർത്തികൾ മണിദ്വീപത്തിലേക്ക് വിമാനം വഴി യാത്രയാവണു. അമ്മ ഈ പോകുന്ന വഴിക്ക് അനവധി പ്രത്യേകതകളെ കാണിച്ചു കൊടുക്കണു. സ്വർഗം കാണിച്ചു കൊടുക്കണു, കൈലാസം കാണിച്ചു കൊടുക്കണു, സത്യലോകം കാണിച്ചു കൊടുക്കണു, വൈകുണ്ഠം കാണിച്ചു കൊടുക്കണു. അവിടെയൊക്കെ വേറെ ശിവനും ഉണ്ട്, വിഷ്ണു ഉണ്ട്, ഇന്ദ്രനും ഉണ്ട്, ഒക്കെ ഉണ്ട്, ബ്രഹ്മാവൊക്കെ ഉണ്ട്. ഇതെന്താ അതിങ്ങനെ? മണിദ്വീപത്തിലേക്ക് ചെന്നപ്പോഴോ ഇവരെല്ലാവരും സ്ത്രീകളായി, എന്നിട്ടേ അകത്തേക്ക് പ്രവേശനം കിട്ടിയുള്ളൂ. പിന്നെ അവിടുന്ന് വീണ്ടും അനുഗ്രഹം, വരം, കഴിവ്, വസ്തുക്കള്, ജ്ഞാനം എല്ലാം കിട്ടിയിട്ട് അമ്മയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് 3 ശക്തിമാരെ 3 ഭാര്യമാരായിട്ട് സ്വീകരിച്ചു. ബ്രഹ്മാവിന് സരസ്വതിയും, ശിവന് പാർവതിയും, വിഷ്ണുവിന് ലക്ഷ്മിയും അവിടെ നിന്നും അനുഗ്രഹിച്ചുകൊണ്ട് ഇവരെ ഇനി ഒരു കാരണവശാലും അവമാനിക്കൊന്നും ചെയ്യരുത് കേട്ടോ, നിന്ദിക്കൊന്നും അരുത് കേട്ടോ എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെയുള്ള രംഗങ്ങളെയാണ് വിസ്തരിച്ച് ദേവി ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ഒരിക്കലും ഒരു അബദ്ധം പറ്റുകയും ചെയ്തു. ഒരു യുദ്ധം കഴിഞ്ഞ് വന്ന സമയത്ത് യുദ്ധം ജയിച്ചത് വിഷ്ണുവാണ് എന്ന് സങ്കല്പിച്ചു. മഹാദേവനും പങ്കെടുത്തായിരുന്നു. അപ്പോൾ മഹാദേവനും സങ്കല്പിച്ചു. അപ്പോൾ പാർവതിയും മറഞ്ഞു, ലക്ഷ്മിയും മറഞ്ഞു, രണ്ടുപേരും ശക്തിഹീനരായി. ആ സമയത്ത് ബ്രഹ്മാവ് ഒറ്റയ്ക്കാണ് ഈ 3 പ്രവൃത്തിയും ചെയ്തത്. വീണ്ടും സനകാദി മഹർഷിമാരെ 1,00,000 വർഷം തപസ് ചെയ്തുകൊണ്ടാണ് അമ്മയിൽ നിന്നും അനുഗ്രഹം വാങ്ങിയതും. വീണ്ടും സതിയായിട്ട് മഹാദേവനിലെ ആദ്യം ദേവി പത്നിയായി മാറി. അതിനുശേഷം ആ ദേഹത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ പാർവതിയായിട്ട് അർദ്ധാംഗിനിയായിട്ട് മാറി. പാലാഴി കടഞ്ഞപ്പോഴാണ് ലക്ഷ്മി ദേവിയായിട്ട് രമ വന്നതും പിന്നെ മഹാവിഷ്ണുവിനെ വിവാഹം കഴിച്ച് എല്ലാവർക്കും സുഖത്തെ പ്രദാനം ചെയ്തതും. ഇങ്ങനെയുള്ള അനവധി കഥകളാണ്, ലീലകളാണ് അമ്മയാൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഹയഗ്രീവ അവതാരത്തിൻ്റെ ആ ശ്ലോകമാണ് നമ്മൾ പാരായണം ചെയ്തത്. അപ്പോഴാണ് അത് കട്ടായത്. തുടർന്ന് അങ്ങോട്ട് 59-ാമത്തെ ശ്ലോകം തൊട്ട് വായിക്കാം. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം 1-ാം സ്കന്ധം 4-ാം അധ്യായം 59-ാം ശ്ലോകം. ഓം. നിൻ മുമ്പിൽ വെച്ചന്നു തെറിച്ചിതെങ്ങോ വിൽ ഞാൻ മുറിഞ്ഞൻ തലയോർമ്മയില്ലേ, നീ ചേർത്തു വെപ്പിക്കുകയല്ലി ചെയ്തു ശില്പീന്ദ്രനെ കൊണ്ടൊരു വാജിശീർഷം. അപ്പോൾ അവിടെ കഥ പറഞ്ഞു വന്നത്, ഒരു യുദ്ധം കഴിഞ്ഞ സമയത്ത് മഹാവിഷ്ണു വില്ലിൻ്റെ തലപ്പത്ത്
താടി അല്ലെങ്കിൽ തല വെച്ച് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എത്ര ആയാലും ഉണർത്തി കഴിഞ്ഞാൽ ഉണരണില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ ഞാണ് ഒന്ന് മുറിച്ചാൽ മതി, എന്നാൽ വില്ലൊന്ന് ഇളകൂലോ, അപ്പോൾ മഹാവിഷ്ണു ഉണരും എന്നെല്ലാം സങ്കല്പിച്ചു. അങ്ങനെ ചെതലിനെ ഉണ്ടാക്കി ബ്രഹ്മാവ്. ആ ചെതല് ഈ ഞാണ് കടിച്ചു മുറിച്ചു. അപ്പോൾ വില്ല് നിവർന്നു, വിഷ്ണുവിൻ്റെ തല തെറിച്ചു പോയി. അപ്പോൾ ദേവിമാരെ ഇടപെട്ട് ആ വിഷ്ണുവിൻ്റെ ഈ ഉടലിൽ ഒരു കുതിരയുടെ തല വെച്ചു. അതാണ് ഹയഗ്രീവ അവതാരം. അപ്പോൾ ആ രംഗത്തെ ഒന്ന് പറയുകയാണ് ഇനി. നിൻ മുമ്പിൽ വെച്ചന്നു തെറിച്ചിതെങ്ങോ വിൽഞ്ഞാൺ മുറിഞ്ഞൻ തലയോർമ്മയില്ലേ, നീ ചേർത്തു വെപ്പിക്കുകയല്ലി ചെയ്തു ശില്പീന്ദ്രരെ കൊണ്ടൊരു വാജിശീർഷം. ഹയാനനൻ ശ്രീഹരി എന്ന പേരും പരന്നു നീ എന്നതു കണ്ടതല്ലി, ഈ മട്ടു പോരായ്മ പരാവതോ ചൊൽ തനിക്കു താൻ പോന്നവനെങ്കിലാർക്കും. നമ്മൾ ആരും എനിക്ക് ഞാൻ മാത്രം മതി എന്ന് തെറ്റിദ്ധരിക്കുകയേ അരുത്. ത്രിമൂർത്തികൾ പോലും അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയാണ്ടോ. നമ്മളൊക്കെ ചിലവർ അഹങ്കാരം കൊണ്ട് ഇതൊക്കെ ഞാൻ കൂട്ടിയാൽ പറ്റുന്നേ എന്നൊക്കെ പറയണ കേൾക്കാം. കളിയായിട്ട് പോലും അങ്ങനെ പറയാൻ പാടില്ല എന്നതാണ് ദേവി ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം നമ്മളൊക്കെ പ്രകൃതി അംശമാണ്. ആ പ്രകൃതി അംശമായിട്ടുള്ള ദേഹമുള്ളവരാണ്. ഇപ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. അപ്പോൾ സ്വതന്ത്രനല്ലേ ഉള്ളോനും ശക്തിക്ക് അധീനനാം, ആ ശക്തിയെ തന്നെ നിത്യം ധ്യാനിപ്പൂ ഞാൻ ചതുർമുഖ. അവൾക്കുമീതയായി കാണുന്നില്ല ഞാൻ ആരെയും വിധേ. ആ ഭഗവതി അല്ലാണ്ട് പിന്നെ ആരാള്? ആരുമില്ല. നാരദൻ വിഷ്ണു താൻ പത്മയോനിതൻ മുമ്പിൽ ചൊന്നിതിങ്ങനെ, എന്നോട് കഥ അച്ഛൻ ചൊന്നു തന്നു മുനീശ്വര. അപ്പം ഇതെല്ലാം പറയുന്നത് വ്യാസനോട് ശ്രീനാരദൻ പറയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ എന്ന്. ബ്രഹ്മാവിനോട് നാരദൻ ചോദിച്ചതും ബ്രഹ്മാവ് വിഷ്ണുവിനോട് ചോദിച്ചതും വിഷ്ണു ദേവിയെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നതും ഇവിടെ നാരദൻ വ്യാസനോട് പറയാണ്. പുണ്യാത്മൻ പുരുഷാർത്ഥത്തെ നേടാനായതിനാൽ ഭവാൻ ഭജിക്ക ദേവി തൻ കാൽത്താർ ചിത്തതാരിൽ അസംശയം. എന്തെന്തിഷ്ടം നിനക്കായതെല്ലാം ആ ദേവി നൽകിടും. ഇവിടെ പുത്രനില്ല വ്യാസന്. അപ്പോൾ പുത്രനെ തരുമോ എന്ന് ചോദിക്കാൻ എന്താ വേണ്ടതെന്നാണ്. അങ്ങനെ മഹാദേവിയെ തപസ് ചെയ്താൽ മതി എന്ന് പറയാണ്. സൂതൻ നാരദോക്തികൾ ഈ വണ്ണം കേട്ടു സത്യവതി സുതൻ ദേവി പദാബ്ജം സേവിക്കാൻ മഹാമേരുവിലേറിനാൻ. ശ്രീ ദേവി മഹിമാനുവർണ്ണനം എന്ന 4-ാം അധ്യായം സമാപ്തം. ശ്രീ മഹാദേവി നമ. ഓം. 5-ാം അധ്യായം. ഋഷികൾ. സംശയക്കടലിൽ സൂത മുങ്ങിപ്പോകുന്നിത് ഉൾക്കളം, നീയിച്ചൊന്നതൊരാശ്ചര്യം ലോകം ഞെട്ടുമൊരത്ഭുതം. ഹരിതൻ മസ്തകം പോലും തെറിച്ചെന്നോ ജനാർദ്ദനൻ സർവകർത്താവ്, അതിൽ പിന്നെ ഹയശീർഷനുമായിതോ വേദമാരെ പുകഴ്ത്തുന്നതാരീ വിണ്ണോർക്കും ആശ്രയം. ആ ദേവദേവനാം ആദിദേവൻ കാരണകാരണൻ ശ്രീ വിഷ്ണുവിൻ്റെ തലയും ഭാഗ്യക്കേടാൽ തെറിച്ചിതോ. എല്ലാം സവിസ്തരം ചൊല്ലുക ഞങ്ങളോട് മഹാശയ. സൂതൻ ചുറ്റും കൂടി സാവകാശം കേൾക്കുവിൻ മുനിവര്യരെ. മഹാതേജസ്വിയാം ദേവദേവൻ ശ്രീഹരിതൻ കഥ 10,000 ആണ്ടന്നൊരിക്കൽ ദാരുണമാം രണം തുടർച്ചയായി ചെയ്തു പാരം തളർന്ന ഭഗവാൻ ഹരി. നിലത്തൂന്നിയ ഞാനിട്ട വില്ലിൽ കണ്ടമർത്തിയും തൻ ഭാരമാവിൽ തുമ്പിന്മേൽ അർപ്പിച്ചും കൊണ്ടും അങ്ങനെ നല്ലൊത്ത ദിക്കിൽ പത്മാസനസ്ഥനായി വിശ്രമിക്കവേ ക്ഷീണം കൊണ്ടും ദൈവയോഗം കൊണ്ടും വല്ലാതുറങ്ങിനാൻ. കുറെ കാലം തീർന്നിദേവം അക്കാലത്ത് അമരാദികൾ ബ്രഹ്മരുദ്രന്മാരുമൊത്തു യജ്ഞം ചെയ്യാനൊരുങ്ങവേ പോയാർത്തൽ കാര്യസിദ്ധിക്കായി വൈകുണ്ഠത്തിൽ അണഞ്ഞുടൻ മഖാധിപൻ ദേവദേവൻ വിഷ്ണുവെ കണ്ടുണർത്തുവാൻ. കണ്ടില്ലെന്നവിടെ ജ്ഞാനദൃഷ്ടിയാൽ ഓർത്തു കണ്ടുടൻ ഭഗവാൻ വിഷ്ണുവുള്ളേടം ചൊന്നാരങ്ങവരേവരും. ബോധമില്ലാതെയാ യോഗനിദ്രയിൽപ്പെട്ട വിഷ്ണുവെ കണ്ടു ദേവന്മാരിരുന്നു വിഷ്ണുവിൻ ചുറ്റുപാടുമായി. ഏറെ നേരം ഇരുന്നിട്ടും ഭഗവാൻ ഉണരായികയാൽ ബ്രഹ്മരുദ്രന്മാരുമൊത്തു ദേവന്മാർ പെട്ടു ചിന്തയിൽ. ഇന്ദ്രൻ കഥിച്ചാൻ അന്നേരം ഇനി ചെയ്യേണ്ടതെന്തു നാം ചെയ്വതെങ്ങനെ നാം നിദ്രാഭംഗം ചിന്തിപ്പിനേ വരും. നിദ്രാഭംഗത്തിലുണ്ടല്ലോ ദോഷം ചൊന്നാൻ ശിവൻ തഥാ യജ്ഞകാരം നടത്തേണം താനും വിബുധ മുഖ്യരേ. ഇപ്പോൾ ഇവിടെ മഹാവിഷ്ണു ഇങ്ങനെ ഉറങ്ങിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉണർത്താൻ പാടില്ല, ഉറങ്ങണ വരെ ഉണർത്താൻ പാടില്ല. നിദ്രാഭംഗം കഥാഭംഗം ദമ്പതി പ്രീതിഭേദനം ബ്രഹ്മഹത്യാസമം കുഞ്ഞിൽ നിന്ന് അമ്മയെ അകറ്റലും.
ഇനി വരാൻ പോകുന്ന ശ്ലോകമാണ്. ബ്രഹ്മഹത്യാ പാപങ്ങൾ അങ്ങനെയാണ്. മഹാദേവൻ ആ സൂചന കൊടുക്കുക. ഉറങ്ങണ ആളെ ഉണർത്താൻ പാടില്ല, കഥ പറയുമ്പോൾ വിഘ്നം വരാൻ പാടില്ല, ദമ്പതികൾ ക്രീഡിക്കുന്ന സമയത്ത് ഭോഗാദികൾ ചെയ്യുന്ന സമയത്ത് അത് വേർപ്പെടുത്താൻ പാടില്ല. അതിപ്പോൾ നായയായാലും ആനയായാലും പട്ടിയായാലും ഒക്കെ ഒരുപോലെ വേർപ്പെടുത്താൻ പാടില്ല. അത് മഹാബദ്ധ, മഹാപാപ. പിന്നെ അത് തീരില്ല, തീർത്താൽ തീരില്ല, അത്ര അങ്ങനെയാണ്. അതേപോലെ കുഞ്ഞ് അമ്മിഞ്ഞ കുടിക്കുന്ന സമയത്ത്, സ്തന്യം കുടിക്കുന്ന സമയത്ത് കുട്ടിയെ വേർപ്പെടുത്താൻ പാടില്ല, വളരെ വലിയ അബദ്ധ. നിദ്രാഭംഗത്തിലുണ്ടല്ലോ ദോഷം ചൊന്നാൻ ശിവൻ തഥാ യജ്ഞകാര്യം നടത്തേണം താനും വിബുധ മുഖ്യരെ. ബ്രഹ്മാവുണ്ടാക്കിനാൻ അപ്പോൾ ചിതൽ എന്നൊരു ജീവിയെ നിലത്തൂന്നിക്കിടക്കുന്ന വില്ലിൻ അഗ്രം മുറിക്കുവാൻ അഗ്രം കരണ്ടാൽ അന്നേരം വില്ലിൻ പാത്തി നിവർന്നിടും. അപ്പോൾ ഉറക്കവും വിട്ടു ദേവദേവൻ ഉണർന്നിടും, ദേവകാര്യവും അവണ്ണം സാധിച്ചിടും അസംശയം കൽപ്പിച്ചു. പിന്നെ ഭഗവാൻ ബ്രഹ്മാവ് ചിതലോടുടൻ ചിതൽ ചൊന്നു തഥാ ലക്ഷ്മീകാന്തൻ സർവജഗൽ ഗുരു ദേവദേവൻ തൻ ഉറക്കിന് ഇളക്കം ചെയ്വതെങ്ങനെ. നിദ്രാഭംഗം കഥാഭംഗം ദമ്പതി പ്രീതിഭേദനം ബ്രഹ്മഹത്യാസമം കുഞ്ഞിൽ നിന്നമ്മയെ അകറ്റലും. അതിനാൽ തീറ്റ കിട്ടാനായി ദേവദേവന്റെ ഈ സുഖം ഭേദിപ്പതെങ്ങനെ. ഇവൻ പാപമല്ലി അതോർക്കുകിൽ, സ്വാർത്ഥം നേടാൻ ജനം സർവം ചെയ്വൂ പാതകമാകയാൽ എനിക്കും കാര്യം ഏതാനുമുണ്ടെങ്കിൽ ഇത് ചെയ്യുവൻ. ചെതല് പറയാണ്, സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ലോഭം ഉള്ള ആളുകൾ പലതും ചെയ്യുന്ന, ഞാനും ആ കൂട്ടത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യാണ്, സ്വാർത്ഥം ചെയ്യാണ്. എന്താ സ്വാർത്ഥം? എനിക്കും കൂലി കിട്ടിയാൽ ഞാൻ ചെയ്യാം. എന്നിട്ടാണ് ഈ ഹോമദ്രവ്യങ്ങൾ ഹോമിക്കുമ്പോൾ തീയിലെത്തുന്നതിൻ്റെ മുന്നേ വീണു വെച്ചാൽ അതൊക്കെ ചെതലിനും ഉറുമ്പിനും എന്ന് നിശ്ചയിച്ചത് എന്ന് പറയാണ്. ബ്രഹ്മാവ്, നിനക്കും ഭാഗമേകിടാം യജ്ഞമധ്യത്തിലാകയാൽ ചെയ്താലും ഞങ്ങൾ തൻ കാര്യമുണർത്തു. വിഷ്ണുവേക്ഷണം ഹവിസ് ഹോമിക്കുന്നേരം എന്തോ പാർശ്വത്തിൽ വീഴ്വതും അത് നിൻ ഭാഗമായി കാണുക ചെയ്യുക കാര്യമിനി ദ്രുതം. സൂതൻ, ബ്രഹ്മാവേവൻ ചൊന്ന നേരം നിലത്തോന്നിയ വിൽത്തല ചിതൽ ചെന്നു കരണ്ടപ്പോൾ ഞാനും വേറിട്ടു തൽക്ഷണം. താഴെ ഭാഗം മുറിഞ്ഞപ്പോൾ മറ്റേ തല തെറിച്ചുടൻ ഉണ്ടായി ഘോരാരവം തത്ര ഞെട്ടിപ്പേടിച്ചു വിണ്ണവർ. ബ്രഹ്മാണ്ടം മുഴുവൻ ഞെട്ടി കുലുങ്ങി ധരയും തഥാ ക്ഷോഭിച്ചത് 7 ആഴികളും വിറച്ചു ജലജീവികൾ. കൊടുങ്കാറ്റുഗ്രമായി വീശി നടുങ്ങി ഗിരികൂടവും അമംഗളം തെരുതെരെ കൊള്ളിമീൻ ചാടിയെങ്ങുമേ. ദിക്കെല്ലാം ഇരുളിൽപ്പെട്ടു സൂര്യനും പോയി മറഞ്ഞതേ പരുങ്ങിയ ദേവന്മാരെന്തി ദുർദിനത്തിൽ വരാവതോ. വിഷ്ണുവിന്റെ തല പോയതാണേ, പിന്നെ ഭൂമി കുലുക്കാണ്ടിരിക്കോ, സമുദ്രം ശോഭിക്കാതിരിക്കോ. അവരങ്ങനെ ചിന്തിക്കേ ദേവദേവന്റെ മസ്തകം സകുണ്ടല കിരീടം ഹാ തെറിച്ചു താപസേന്ദ്രരെ. അന്ധകാരം തെല്ലു കുറഞ്ഞപ്പോഴാ വിധി ശങ്കരർ കണ്ടാർ ശിരസറ്റു വിലക്ഷണമാം വിഷ്ണുവിനുടൽ. ഏവം കബന്ധമതു കണ്ട് അത്ഭുതപ്പെട്ടു വിണ്ണവർ ചിന്തതൻ കടലിൽപ്പെട്ടു തേങ്ങിനാർ ശോകമൂർച്ഛയിൽ. എന്ത് അലൗകികമാം അത്യാശ്ചര്യം ഈ കാൺമതീശ്വര. എന്തൊരത്യാഹിതം വിണ്ണോർക്കിത് ഹന്ത ജനാർദ്ദന. മുറിക്കാനും ഉടയ്ക്കാനും ചൂടാനും അരുതങ്ങയെ, എന്നിട്ടും അങ്ങേ തലയും പോയതങ്ങേതുമായാൽ. വിഷ്ണുവിന്റെ തല ഇങ്ങനെ പോകുന്നത് ചിന്തിക്കാൻ പറ്റുമോ? അമ്മയുടെ ലീലയാണ്, അത്രയേ ഉള്ളൂ. ഇതിന് കാരണം എന്താ വെച്ചാൽ ലക്ഷ്മി തന്നെ വിഷ്ണുവിനെ ശപിച്ചിട്ടുണ്ട്, വീണു പോകട്ടെ നിൻ തല. അപ്പൊ ഇതെല്ലാം അവർ തമ്മിലുള്ള ലീലയാണ്, അതിൽ നമ്മളും പങ്കാളികളാവുകയാണ്, അത്രയേ ഉള്ളൂ. നിനക്ക് ഗതിയാണെങ്കിൽ വിണ്ണോരും ചത്തുപോവും പ്രഭോ. സ്നേഹമില്ലിതു തൻ കാര്യത്തിനു താൻ ഇവർ കേൾകയാം. ഈ വിപത്തിൻ കാരണക്കാർ ദൈത്യരല്ല അല്ല യക്ഷരും. ഈ വിണ്ണോർ മാത്രമാണ്, അന്യർക്കില്ല കുറ്റം രമാപതേ. പരാധീനത്തിലായി ഞങ്ങൾ ചെയ്വതെന്തെങ്ങു പോവതും ഇല്ലല്ലോ ഗതി. മൂഢന്മാരായ വിണ്ണോർക്കിനി പ്രഭോ. മായേശനാം നിൻ തല കൊയ്തുള്ളോളോർക്കിൽ ജഗൽ പ്രഭോ. മായാകാ സത്വരജസ് തമോ രൂപങ്ങളേതിലും ഹരൻ തൊട്ടുള്ള വിണ്ണോരി വണ്ണം നിലവിളിക്കവേ വേദജ്ഞനാം സുരാചാര്യൻ സാന്തനോക്തികളോതിനാൻ. മഹാന്മാരെ കരഞ്ഞിട്ടും വിളി കിട്ടിയിട്ടും എന്തുവാൻ ഇങ്ങു ചെയ്യേണ്ടതോ ചിന്തിച്ചെന്നാൽ കിട്ടും ഉപായവും. ദൈവം ഉത്സാഹം ഈ രണ്ടും തുല്യമത്രേ നിനയ്ക്കുകിൽ. യത്നിക്ക നാം ഫലം ദൈവഹിതം പോൽ തന്നെ വന്നിടും. ഇന്ദ്രൻ, വിഷ്ണു ശീർഷം ധരിച്ചല്ലോ സുരന്മാർ നോക്കി നിൽക്കവേ. ദൈവം താനേ ദിനം മേതേ പൗരുഷം നിഷ്പ്രയോജനം. ബ്രഹ്മാവ്, അതാതു കാലത്തുണ്ടാവും നന്മ തിന്മകളൊക്കെയും ഭുജിച്ചേ കഴിയൂ വെല്ലാൻ അസാധ്യം ദൈവകൽപ്പിതം. ദേഹമുണ്ടെന്നു വരികിൽ സുഖദുഃഖങ്ങൾ നിശ്ചയം.
കാലക്കേടാലൻ ശിരസ്സും പിഴുതില്ലേ ശിവൻ പുര ശാപത്താൽ സംഭവിച്ചില്ലേ ലിംഗപാദം ശിവനുമേ അതുപോൽ താനിന്നു വിഷ്ണു ശിരസ്സും വീണു പാർത്ഥിയിൽ 1000 ഭഗവും സ്വർഗഭ്രംശവും ദുഃഖയോഗവും മാനസത്തിൽ പൂവിനുള്ളിൽ വാസവും പെട്ടിതിന്ദ്രനും. ഇപ്പോൾ പല സന്ദർഭങ്ങളിലായിട്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് പറ്റിയതായിട്ടുള്ള ഈ അബദ്ധങ്ങൾ അതിനൊന്ന് സൂചിപ്പിച്ചതാണ്. ഇന്ദ്രന് 1000 ഭഗം അഹല്യാചാരൻ എന്നുള്ള ഒരു ബിരുദം ഒരിക്കൽ കിട്ടുണ്ടായിട്ടുണ്ട്. ഭൃഗുവിൻ്റെ ശാപം കൊണ്ട് മഹാദേവന്റെ ലിംഗം വീണുപോയി എന്നാണ്. അതേപോലെ ഇതാ ഇപ്പോൾ കാലക്കേട് കൊണ്ട് മഹാവിഷ്ണുവിന്റെ ശിരസ്സും ഉപ്പുകടലിൽ ചെന്ന് വീണു എന്ന് പറയാണ്. ഇപ്പൊ ആരും സ്വതന്ത്രരല്ല, അമ്മ മാത്രമേ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുള്ളൂ. കാരണം എല്ലാം നിയന്ത്രിക്കുന്നത് അമ്മയാണ്, അതുകൊണ്ടാണ്. ശ്രീ മഹാദേവ്യൈ നമ. ഏവരും ദുഃഖഭോക്താക്കൾ ഓർത്താൽ അഴലൊത്തവർ പ്രപഞ്ചമിതിൽ ആരുള്ളൂ ത്യജിപ്പിൻ ശോകമാകയാൽ ധ്യാനിപ്പിൻ നാശമില്ലാത്തോരം മഹാമായേ സദാ. ആ പരാശക്തി താൻ അസ്മൽക്കാര്യം നേടിത്തരം ദൃഢം യാതൊന്നിനാൽ വ്യാപ്തമീ മൂലോകവും സചരാചരം ആ ബ്രഹ്മവിദ്യ താൻ അമ്മ ലോകങ്ങൾക്കൊക്കെ ഓർക്കുകിൽ സുതൻ ഏവം സുരന്മാരോടോതി ഇക്കാര്യാർത്ഥം ചൊല്ലി പത്മജൻ. ഹരേ ഏവം സുരന്മാരോടോതി ഇക്കാര്യാർത്ഥം ഓതി ഈ കാര്യാർത്ഥം ചൊന്നു പത്മജൻ ഉടൽ പൂണ്ടങ്ങു മുമ്പിൽ താൻ നിൽക്കും വേദങ്ങളോടുടൻ. വാഴ്ത്തുവൻ നിങ്ങൾ ആ ഗൂഢാത്മികയാം ബ്രഹ്മവിദ്യയെ എല്ലാം ഏകാൻ ശക്തയാമം മഹാമായേ ആദരാൽ സർവാംഗ സൗന്ദര്യമാളും വേദങ്ങൾ ഇതു കേൾക്കവേ ആ ജഗന്മായാം ജ്ഞാനഗമ്യയെ സ്തുതി ചെയ്യുകയായി ശ്രീ മഹാദേവേ നമ. വേദങ്ങൾ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ ശിരസ് അത് വീണ്ടും വെപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ പ്രാർത്ഥിക്കണം. വളരെ വിസ്തരിച്ചുള്ളൊരു സ്തുതിയാണ്. വേദസ്തുതി എന്നാണ് ഇതിന് പറയുക. വേദതുല്യം ഗായത്രിയാണ്. നമുക്ക് കേൾക്കാം. വേദങ്ങൾ. ഓം കൈതൊഴാം ദേവി ഗായത്രി ജഗതുൽപത്തി കാരണേ മായേ ശിവപ്രിയേ തായേ നിർഗുണേ ഭുവനേശ്വരി ഭൂതാധാരേ ജീവികൾക്ക് ജീവനും ശാന്തി കാന്തിയും മേധാബുദ്ധി ക്ഷമാ ശ്രദ്ധ സ്മൃത്യാദികളും അങ്ങുതാൻ. ഗായത്രി നീ അർത്ഥമാത്ര നീ വ്യാഹൃതി ജയാഖ്യയും ലജ്ജാകീർത്തി സ്പൃഹകളും ദയയും വിജയാഖ്യയും മുപ്പാർ ചമയ്ക്കുവതിനും നിപുണേ കൃപാർദ്രേ കൂപ്പുന്നു നിൻ പദയുഗങ്ങളിൽ ഞങ്ങളമ്മേ. വിദ്യേശുഭേ സകലലോകഹിതേ വരേണ്യേ വാഗ്ബീജവാസിനി ഭവാബ്ധി ഹരേ നമസ്തേ. ശ്രീ വിഷ്ണുരുദ്രൻ വിധിവന്നി ശക്രൻ സൂര്യൻ മുതൽക്കുള്ള അഖിലേശ്വരെയും നിർമ്മിച്ചു നീ മുഖ്യതയിൽ അവർക്ക് നീ തന്നെയാണമ്മ ജഗത്തിനെല്ലാം. ഭുവനമിതു ചമയ്ക്കാനിച്ഛയാളുന്ന നേരം ഹരിഹരവിധി മുഖ്യന്മാരെ നീ സൃഷ്ടി ചെയ്തു. അവർ വഴി ഭുവനത്തിൽ സൃഷ്ടി രക്ഷാദിയൊറ്റയ്ക്കിഹ ഭവതി നടത്തിയിടുന്നു നിർലേപയായി താൻ. അറിഞ്ഞിടാൻ മേല സകല ഭുവനത്തിങ്കലും ഒരാൾ കവർണ്യം നിൻ രൂപം ഗുണവും അധനാമാവലികളും. അഹോ കൈത്തോടൊന്നക്കരയഥ കടത്തേണ്ട കഴിവറ്റോരാമർത്യനുണ്ടോ പെരിയ കടൽ താണ്ടേണ്ടൊരു ബലം. ഒരാളും വെണ്ണോർ തന്നിടയിൽ അറിയുന്നില്ല മഹിമാതിരേകം തേ. നീ താനൊരുവൾ ഭുവനത്തിൻ ജനനിയായി തനിച്ചങ്ങീ മിഥ്യാഭുവമിഹ ചമയ്ക്കുന്നിത്. അതിനുള്ളോര സാക്ഷാൽ ലക്ഷ്യം നിഗമവചനം താനുലകിതിൽ. നിരീഹത്വം പൂണ്ടോൾ ചടിതി സകലത്തിനുമിഹ നീ സദാ മൂലാധാരം. തവ ചരിതം അത്യത്ഭുതകരം ഞെരുക്കം താനോതാൻ മറയും അറിയാതുള്ളോരു ഗുണപ്രഭാവം തേ. നീയും പരം അതറിയുന്നില്ല ജനനീ. അമ്മയ്ക്ക് പോലും അമ്മയുടെ ലീലകളുടെ മുഴുവൻ ഇത്രയുണ്ടെന്നൊന്നും പറയാൻ അറിയില്ല. അത്രയും കൂടുതൽ ലീലകൾ അമ്മ ചെയ്തിട്ടുണ്ട്. ആ അമ്മയെ നന്നായിട്ടൊന്ന് നമസ്കരിച്ചു വേദങ്ങൾ. എന്നിട്ട് പറയാണ്, അറിഞ്ഞില്ലെന്നുണ്ടോ ഹരിയുടെ ശിരസ്സറ്റത് അഥവാ പരീക്ഷിക്കുന്നാമോ ഹരിയുടെ ബലം നീ അറിവോടും. ഹരിക്കെന്തീ മട്ടിൽ കടുതര മഴൽ പാടുവരുവാൻ ഭവൽ പാദം നന്നുന്ന അളവിൽ ഒരാൾക്കെന്തു ദുരിതം.
സാധാരണഗതിയിൽ മഹാവിഷ്ണുവും ഈ ലക്ഷ്മിയെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടും പൂജിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത്. എന്നിട്ടും തെറ്റ് പറ്റിയോ എന്നാ ചോദ്യം. സുരന്മാർ തൻ കാര്യം ഭവതി വിഗണിച്ചിടുവതു വൻ കടുപ്പം താൻ അങ്ങേ മതമിതു മഹാശ്ചര്യജനകം. അഹോ സായുജ്യം താൻ തരുവതിനും അങ്ങേക്കു കഴിവുണ്ട്. അമാന്തം കാട്ടൊല്ലേ തലയിതു ഘടിപ്പിപ്പതിനു നീ. ദേവന്മാർ തൻ നിരവധിക ദോഷങ്ങൾ നീ കണ്ടറിഞ്ഞിട്ടൊന്നായേറ്റി ഹരിയിൽ അവർ തൻ പാദകൗഖത്തെയെന്നോ. അല്ലെന്നാലോ സമരജനിതം വിഷ്ണുകോപം ശമിപ്പിക്കാനാമോ നിൻ കളി. ഇതഖിലം കണ്ടത് ആർ നിന്റെ ഭാവം. ദേവന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മഹാവിഷ്ണുവാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്, അസുരന്മാരെ കൊല്ലല്. അപ്പോൾ അതൊരു കോപഭാവമാണ്. അത് തണുപ്പിക്കാനാണോ അതോ ആ പാപങ്ങൾ ചെയ്തതിൻ്റെ ശിക്ഷയായിട്ടാണോ ഇങ്ങനെ കൊടുത്തത്? രണ്ട് ചോദ്യ. പോരിൽ തോറ്റിട്ട് അസുരർ അഴകേറുന്ന തീർത്ഥത്തിൽ ഉഗ്രധ്യാനം ചെയ്യുകേ ഭവതി. കനിവാർ നീ വരം നൽകിയെന്നോ പോകാൻ മൂലം മുരരിപു ശിരസ്സല്ല എന്നാകിൽ നേരം പോക്കോ കാണാൻ തവ ഗതശിരസ്സായ ദൈത്യാരി രൂപം. കോപിച്ചെന്നോ ലക്ഷ്മിയോട് എന്തു പിന്നെ ശ്രീക്ക് വൈധവ്യത്തെ ഏകാനുമാദ്യേ. ക്ഷന്തവ്യം നിന്നംശജയ്ക്കുള്ള കുറ്റം ജീവിപ്പിച്ച പൂമകൾക്ക് കുമോദം. അമ്മയുടെ അംശമായിട്ടുള്ള ലക്ഷ്മിക്ക് ഇപ്പോൾ വൈധവ്യ. അപ്പം ഇത് ഉണ്ടാക്കിയത് അമ്മ തന്നെയല്ലേ. അമ്മയുടെ അംശമായിട്ടുള്ള ലക്ഷ്മി ഇപ്പോൾ ദുഃഖമല്ലേ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പാലകനായിട്ടുള്ള വിഷ്ണുവിന് ശിരസ് കൊടുക്കുക തന്നെ വേണം. ലോകരക്ഷ ചെയ്യേണ്ടതേ അമ്മയുടെ ഒരു ഉത്തരവാദിത്ത. അപ്പം അതിങ്ങനെ ചെയ്യാതിരുന്നാൽ എങ്ങനെ നിരവുക? നിൻകാൽ പണിഞ്ഞല്ലീവർക്ക് സർവമുഖ്യത്വവും പ്രാഭവവും ലഭിപ്പൂ. ഈ ദേവദേവൻ ഉയരേകി മാലിൻ കടൽക്കരയ്ക്കെങ്ങളെ ഒന്നണയ്ക്കൂ. ഇപ്പോൾ വേദങ്ങളാണ് ഈ പ്രയോഗങ്ങൾക്കായിട്ട് എടുക്കുക. വേദങ്ങൾ തന്നെ ഈ പ്രയോഗം ചെയ്യുക, സ്തുതി തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ തന്നെ സ്തുതിച്ചിട്ട് ഈ കാര്യം നടന്നില്ല വെച്ചാൽ അത് മഹാബദ്ധാവില്ല. പിന്നെ ആരും വേദം സ്വീകരിക്കില്ല, ഞങ്ങളെ ആരും സ്വീകരിക്കില്ല. അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം അമ്മേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തെറിച്ചതെങ്ങ് ആ തലയെന്നറിഞ്ഞില്ലു ജീവനോ വായവും അന്യമില്ല. ജീവൻ കൊടുക്കുന്ന അമൃതെന്ന പോലെ നീ ജഗത്തിനുയരേകുവോൾ താൻ. അമ്മയാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ജീവൻ നൽകിയത്. അപ്പോൾ പിന്നെ ഈ മഹാവിഷ്ണുവിന് ഒരു ജീവൻ കൊടുക്കാൻ വല്ല പ്രയാസമുണ്ടോ? അതുകൊണ്ട് അത് കൊടുക്കുക തന്നെ വേണം. അമ്മ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങൾ ആവശ്യം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേദങ്ങൾ അതിഗംഭീരമായിട്ട് സ്തുതിക്കുകയാണ്. അമ്മയ്ക്ക് പോലും വലിയ സന്തോഷമായി. അമ്മ പറഞ്ഞു ഇത് വേദസ്തുതി തന്നെയാണ്, വേദസാരം തന്നെയാണ് എന്ന് പറഞ്ഞു, അനുഗ്രഹിക്കുകയും ചെയ്തു. സൂതൻ ഏവം സാംഗങ്ങൾ വേദങ്ങൾ സാമകങ്ങൾ പുകഴ്ത്തവേ പ്രസന്നയായി മഹാമായ ഗുണാതീത മഹേശ്വരി. വാനിൽ നിന്നുടൽ പൂണ്ടേവം വാനവന്മാരോടോതിനാൾ വാണീലോക ആനന്ദകരി വാരാളും നിനതങ്ങളാൽ. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഓം സം സരസ്വതി നമ. ശ്രീ മഹാദേവ്യൈ നമ. അമ്മ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ. അമ്മ തന്നാശ്രയം, ദേവി തന്നാശ്രയം, അമ്മയല്ലാതെ മറ്റില്ല എനിക്കാശ്രയം. ശ്രീ മഹാദേവി നമ. ഈ സമയത്ത് സരസ്വതിക്ക് നേദ്യം കൊടുക്കാറുണ്ട്. ചിന്ത വേണ്ട സുരന്മാരെ സ്വസ്ഥരായി വാഴ്വിനേവരും വേദസ്തുതികളാലേറ്റം തുഷ്ടയായി ഞാൻ അസംശയം. മർത്യലോകത്തിൽ ആരെൻ്റെ ഈ സ്തവം ചൊല്ലിടുന്നതും ഭക്തിയാ പഠിപ്പിപ്പതും അവൻ നേടും കാമങ്ങളൊക്കെയും. ഭക്തിയാ പഠിപ്പതും അവൻ നേടും കാമങ്ങളൊക്കെയും. കേൾക്കുന്നതാരിങ് അഥവാ മതീയമാമീ സ്തവം ഭക്തിയോടും ത്രികാലം. ദുഃഖങ്ങൾ തീർന്നെത്തും അവനു സൗഖ്യം വേദോക്തമാമീ സ്തുതി വേദതുല്യം. അമ്മ പറയണ വാക്കാ. ഇതാരാണോ ഈ സ്തുതി ചെല്ലുന്നത് ദിവസേന അവർക്ക് എല്ലാവിധ സുഖങ്ങളെയും അമ്മ തരും. ഒരു ദോഷങ്ങളും ബാധിക്കാതെ കണ്ട് കാക്കുകയും ചെയ്യും. ഇത് വേദതുല്യമാണ്. അതുകൊണ്ട് ഇത് ആശ്രയിച്ചോളൂ. നമ്മളോട് പറയാമ. ഹരിതൻ തലയറ്റിയിടാൻ ഇനി കാരണമോതുവൻ ഇല്ല. കാരണമില്ലാതെ കാര്യമൊന്നും ജഗത്തിതിൽ. തന്നന്തികസ്ഥയാം ആഴിമങ്കതൻ രമ്യമാം മുഖം നോക്കി ചിരിച്ചാനൊരു നാൾ ലക്ഷ്മീകാന്തൻ ജഗൽ പ്രഭു. രമയോർത്താൾ എന്നെ നോക്കി ചിരിക്കാൻ എന്തുവാൻ പ്രഭു. നൂനം വിരൂപമായി കാണാൻ എന്തുവാൻ എൻ മുഖം ഹരി.
ഹേതുവില്ലാതെ താനുണ്ടായി വരുമോ ചിരിയോർക്കുകിൽ സപത്നിയായുണ്ട് ഇവന് ഇന്ന് അന്യ എന്നായി നിനപ്പു ഞാൻ ഹരേ. അപ്പോൾ ലക്ഷ്മി കണക്കാക്കി, ഈ മഹാവിഷ്ണുവിനെ ഞാനൊരു അന്യയാണോ എന്നൊരു സംശയം. അങ്ങനെ വെച്ചാൽ ഇനി അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് കോപം പൂണ്ടു തമോരൂപയായി തീർന്നു ലക്ഷ്മിയാൾ. താമസീ ശക്തി അന്നേരം അദ്ദേഹത്തിലുമേറിനാൽ ദുഷ്കാല വൈഭവം കൊണ്ടും സുരകാര്യാർത്ഥമായുമേ ഉഗ്രയാം താമസീ ശക്തി ആവേശിച്ചതു ലക്ഷ്മിയിൽ. താമസീ ശക്തി സമ്പർക്കം കൊണ്ട് കോപാന്ധയായി രമ പതുക്കെ ചൊന്നിതീ വണ്ണം വീണു പോകട്ടെ നിന്തല. ഭർത്താവിന്റെ തലയാണ് വീണു പോട്ടെ എന്ന് പറഞ്ഞത്. വൈധവ്യം ഈ പറഞ്ഞ ആൾക്ക് തന്നെ വരിക. അവനോൻ ചെയ്യണ കാര്യം നല്ലോണം മനസ്സിരുത്തിയില്ല വെച്ചാൽ അവനോന് തന്നെ എന്താവും, അത് വലിയ പാടായിട്ട് തീരും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ലക്ഷ്മി പെട്ടുപോയി. അതാണ് സ്ത്രീ സ്വഭാവം, കാലയോഗം, ഭാവിത്വം ഇവയാൽ രമ ഒന്നും ഓർക്കാതെ താൻ നൽകി ശാപം സ്വസുഖനാശനം. വൈധവ്യത്തേക്കാൾ സപത്നി ദുഃഖം കഠിനമായവൾ ഓർത്തുപോയി തന്നുൾക്കളത്തിൽ തമപ്രേരണയേൽക്കയാൽ. സ്ത്രീ സ്വഭാവം പറയാണ്. വൈധവ്യം സഹിക്കാൻ കുഴപ്പമില്ല, പക്ഷേ സപത്നികൾക്ക് തൻ്റെ ഭർത്താവിനെ കിട്ടും ചെയ്യുക, ആ ഭർത്താവിനെ തനിക്ക് കിട്ടാതിരിക്കുകയും കൂടിയും ചെയ്യാച്ചാൽ അത് തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പം ആ പ്രേരണയാണ് ഈ തമോരൂപം, തമോഭാവം, തമോ ഗുണം അത് സാത്വികയായിട്ടുള്ള ലക്ഷ്മിയിൽ പ്രവേശിച്ചത് എന്ന് പറയാം. അസത്യം, സാഹസം, വ്യാജം, മൂഢത്വം, അതിലോഭവും, അശുദ്ധി, നിർദ്ദയത്വം, സ്ത്രീ ദോഷമേവം നിസർഗജം. ഇതൊക്കെ സ്ത്രീകളുടെ ദോഷങ്ങളാണ്, സ്ത്രൈണഭാവത്തിലുള്ളതാ. അപ്പോൾ വളരെ സൂക്ഷിക്കണം എന്നർത്ഥം. ഇത് സ്ത്രീകൾ നല്ലോണം മനസ്സിരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാവങ്ങളിൽ നിന്ന് മുക്തയാകാൻ സാധിക്കുള്ളൂ. അസൂയ, കുനുട്ട്, കുശുമ്പ്, ഈർഷ്യ, അവമാനം, ആലസ്യം, മടി, ചതി, വഞ്ചന ഒന്നും പറയണ്ട. സ്ത്രീകൾക്കുള്ള ദോഷങ്ങൾ കുറച്ചൊന്നല്ല. സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുത്തുകൂടാന്നാ. ബ്രാഹ്മണർക്ക് പോലും തീർക്കാൻ പറ്റില്ല, ബ്രഹ്മാവിനും തീർക്കാൻ പറ്റില്ല അത്രേ. ശാപത്താല ശിരസ് ഉപ്പുകടലിൽ താണു നിൽക്കയാം പണ്ടേ പോൽ ശിരസായി താൻ തീർപ്പൻ ഞാൻ വാസുദേവനെ. വേറെയും കാരണം തെല്ലുണ്ട് ഈ വിധം വന്നു ചേരുവാൻ നിങ്ങൾക്കുമുണ്ടാം വൻ കാര്യലാഭമൊന്നിതിനാൽ ധ്രുവം. ഹയഗ്രീവാഖ്യനായ ഉഗ്രവീരനാം ഒരു ദാനവൻ പുരാ സരസ്വതി തീരത്താരംഭിച്ചു കൊടുന്തപം. അപ്പോൾ അവിടെ ഹയഗ്രീവ വംശം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്തതായിട്ടുള്ളൊരു ലീലയാണ് ഈ തല തെറിപ്പിക്കൽ. അപ്പം അതിന് ചില കാരണങ്ങൾ അമ്മ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മഹാതപസ്യായിട്ട് ഇരിക്കുന്നുണ്ട്. ആ തപസ്യക്ക് ഇതിൻ്റെ ഫലം കിട്ടണ്ടേ? തപസ് ചെയ്താൽ ഫലമുണ്ട്, കർമ്മം ചെയ്താൽ ഫലമുണ്ട്. ഹയഗ്രീവൻ എന്നുള്ള ഒരാൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് അമ്മയിൽ നിന്നൊരു വരം കിട്ടാൻ ഭാവിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ വരം കിട്ടേണ്ടത്? ഹയഗ്രീവൻ എല്ലാവരെയും ജയിക്കണം, മരണം വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശം. അപ്പോൾ അമ്മ പറഞ്ഞു മരണം ഇല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഹയഗ്രീവൻ പറഞ്ഞു എന്നാൽ ഒരു ഹയഗ്രീവൻ എന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞു. ഹയഗ്രീവൻ എന്നേ പറഞ്ഞുള്ളൂ. ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ കുതിര എന്നാണേ. അപ്പോൾ ഹയം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. അപ്പോൾ കുതിരയുടെ കഴുത്തുള്ളവൻ ഹയഗ്രീവൻ, അത്രയേ ഉള്ളൂ. ഇവിടെ മഹാവിഷ്ണുവാണ് ഇനി ഹയഗ്രീവൻ ആവാൻ പോണത്. അത് പാവം ആ ഹയഗ്രീവ അസുരൻ അറിഞ്ഞില്ല. ആ കാര്യത്തെ പറയാണ്. അമ്മയെ സ്തുതിച്ചു. സ്തുതി തുടങ്ങിയപ്പോഴേക്കും തന്നെ അമ്മ പറഞ്ഞു മതി സ്തുതിച്ച് എന്താ വരം വേണ്ട വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഈ വരം കൊടുത്തത്. ഹ്രീം എന്നേക അക്ഷരം മന്ത്രം മായ ബീജം ജപിച്ചവൻ ആഹാരമെന്നേ ഭോഗങ്ങളെല്ലാം വിട്ടേകചിത്തനായി ധ്യാനിച്ചു വാണാനൻ താമസാകാരം ഭൂഷണാഞ്ചിതം 10,000 ആണ്ടേവം ഉഗ്രധ്യാനം നടത്തവേ തത് സകാശത്തിലൊടുവിൽ അവൻ ധ്യാനിക്കും അവിധം താമസൻ രൂപവും കൈക്കൊണ്ട് അണഞ്ഞാളിവൾ വിദ്രുതം. ശ്രീ മഹാദേവി നമ. ഇപ്പോൾ ഈ ഹയഗ്രീവാസുരൻ തമോരൂപം, തമോഭാവം, തമോ ലക്ഷ്യം ഇങ്ങനെയൊക്കെയാണ്. തമോ ഗുണമാണെന്ന് അർത്ഥം. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് എന്നെയും അതേപോലെ തന്നെ കാളിയാണ് തപസ് ചെയ്തത്. അപ്പോൾ അമ്മയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. കൊടുത്തു വരം. എന്താ വേണ്ടത് വെച്ചാൽ അത് കാളി കൊടുത്തു. സിംഹവാഹനയായി ചെന്നു കനിഞ്ഞിങ്ങനെ യോതി ഞാൻ വരിച്ചാലും മഹാഭാഗ വരം നൽകുന്നതുണ്ടു ഞാൻ. ദേവിതൻ വാക്യം ഈ വണ്ണം കേട്ടു ഭക്തി പുരസ്സരം പ്രദക്ഷിണം ചെയ്തു ദൈത്യൻ പ്രണമിച്ചതു ദേവിയെ. എൻ രൂപം കണ്ട ആതിരത്താൽ വിടർന്ന നയനത്തോടും ഹർഷാശ്രുതൂകിയും കൊണ്ടു വാഴ്ത്തി ദാനവനായകൻ.
കൂപ്പുന്നേൻ ഞാൻ മഹാമായേ സൃഷ്ടിസ്ഥിത്യന്തകാരിണി കാമമോക്ഷപ്രദേ ഭക്താനുഗ്രഹം നൽകിടും ശിവേ പഞ്ചഭൂതങ്ങളാം വായു ഭൂമി നീർവാനും അഗ്നിയും തൽഗുണങ്ങളുമെല്ലാം നീ നിമിത്തം ജാതമായി ശിവേ മൂക്കും നാവും കണ്ണ് തൊലി ചെവി എന്നിവയും തഥാ കർമ്മേന്ദ്രിയങ്ങളും നിന്നിൽ നിന്നുണ്ടായി സർവമംബികെ. സ്തുതി അങ്ങോട്ട് തുടങ്ങി ഇത്രയേ ഉള്ളൂ. ബ്രഹ്മാവസ്ഥയിലുള്ള അമ്മ, കാര്യകാരണം മുഴുവൻ നിയന്ത്രിക്കുന്നത് അമ്മ, കാമം മോക്ഷം ഭക്തിയൊക്കെ കൊടുക്കുന്നത് അമ്മ, പഞ്ചഭൂതങ്ങളെ നിർമ്മിക്കപ്പെട്ടുള്ള ഈ സപ്തധാതു നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും സ്തുതി അവിടെ നിർത്തി. അമ്മ പറഞ്ഞു മതി മതി സ്തുതിച്ചത്. ദേവി ഉവാച നിന്നിഷ്ടവരമെന്തെന്നായി കഥിച്ചാലും തരുന്നു ഞാൻ സന്തുഷ്ടിയായേൻ ഉഗ്രതാപോ ഭക്തികൾ കൊണ്ടു ഞാൻ. ഹയഗ്രീവൻ അമ്മേ മരണമെന്നുള്ളതെന്നും ഇല്ലാത്ത യോഗിയും സുരാസുര വിജേതാവുമാക്കി തീർക്കേണമെന്നെ നീ. എനിക്ക് മരണം വരാൻ പാടില്ല. ദേവന്മാരോ അസുരന്മാരോ മഹായോഗികളോ അങ്ങനെയുണ്ട്, അവർ ശാപം കൊണ്ട് അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല, ഞാൻ മരിക്കരുത്. അപ്പോൾ അമ്മ പറഞ്ഞു, ശ്രീദേവി ജനിച്ചാൽ മരണം തീർച്ച, മരിച്ചാൽ ജന്മവും തഥാ ഇതുതാൻ ലോകമര്യാദ. മരിച്ചാവുന്നതെങ്ങനെ ജാതസ്യ ഹി ധ്രുവം മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന കൂട്ടത്തിലാണ് ശിവപുരാണമായാലും ഇതൊക്കെ എല്ലാറ്റിലും ഒരേപോലെയാണ് പറഞ്ഞിരിക്കണതേ. ജനിച്ചാൽ മരണമുണ്ട് ഉറപ്പാണ്, മരിച്ചാൽ ജനിച്ചോളണം എന്നില്ല മുക്തി കിട്ടിയാൽ. അപ്പോൾ മുക്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തെ ചെയ്യൂ എന്നതാണ്. ഏവം മരണകാര്യം നീ ഉറപ്പിച്ച അസുരോത്തമ ഉള്ളാൽ ചിന്തിച്ചു മറ്റിഷ്ടപ്പെട്ടതാം വരമോതുക. ഹയഗ്രീവൻ ഒഴിച്ച് അന്യൻ എന്നെ പാടില്ല കൊല്ലുവാൻ, ഇതാണൻ വാഞ്ചിതം ദേവി നൽകിയാലും മനോഗതം. ശ്രീദേവി പോവാം ഗേഹം മഹാഭാഗ രാജ്യം പാലിക്കാൻ എന്നവനു വരം നൽകി മറഞ്ഞാൾ ജഗദംബിക. അവനും സ്വാലയം പോകി പരമാനന്ദമഗ്നയായി. ദ്രോഹിക്കയാണവൻ വേദങ്ങളെയും ഋഷികളെയും ദ്രോഹിക്കയാണവൻ വേദങ്ങളെയും ഋഷിമാരെയും മുപ്പാരിങ്കലുമില്ലാരും അദുഷ്ടനെ വധിക്കുവാൻ. അതിനാലാഹയത്തിന്റെ സുന്ദരം തലയൊന്നുടൻ തൊഷ്ടാവു ചേർത്തു വയ്ക്കട്ടെ വിഷ്ണുവിനുടലിൽ ദ്രുതം. ഏവം ഹയഗ്രീവനായി ചമഞ്ഞ ഹരി കൊന്നിടും ക്രൂരനാമപ്പാപി തന്നെ ദേവന്മാർ തൻ സുഖത്തിനായി. സൂതൻ സുരന്മാരോടേവമോദി സർവാണി വിരമിക്കവേ പാരം സന്തുഷ്ടരായി വിണ്ണോർ വിശ്വകർമാവോടോദിനാർ. വിഷ്ണുവിന് ശേഷമൊപ്പിച്ചു സുരകാര്യം നടത്തു നീ. ഹയഗ്രീവൻ വിഷ്ണു പിന്നെ അപ്പാപിയെ ഹനിച്ചിടും. സൂതൻ അവരേവൻ കഥിച്ചപ്പോൾ ചിക്കെന്ന ശില്പി സത്തമൻ ദേവന്മാർ തൻ മുന്നിൽ വെച്ച കുതിരത്തല വെട്ടിനാൻ. അത് ആ വിഷ്ണു കബന്ധത്തിൽ ഒട്ടിച്ചാശു നിറുത്തവേ മഹാമായ പ്രസാദത്താൽ ഹയഗ്രീവനുമായി ഹരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ മഹാദേവി നമ. തെല്ലുനാൾക്കിടയിൽ പിന്നെ പോരിലേറ്റ സുരാരിയെ ഹനിച്ചു ഭഗവാൻ ഗർവം ചേർത്തോരദാനവേന്ദ്രനെ. ഈ ശുഭാഖ്യാനം ഈ മണ്ണിൽ ഏതേതു മാനവർ ദുഃഖങ്ങളെല്ലാം തീർന്നവരായി തീരും ആയവർ നിർണയം. പാപങ്ങൾ പോക്കും ശ്രീദേവി ചരിതം പരിപാവനം. കേൾപ്പോർക്കും നുകരുന്നോർക്കും സർവസമ്പത്തുമെത്തിടും. ഹയഗ്രീവാവതാരം എന്ന 5-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ അടുത്ത് കണ്ടതായിട്ടുള്ള ഒരു കുതിരയുടെ തല വെട്ടി അത് വിശ്വകർമാവിനാൽ ത്വഷ്ടാവിനാൽ അത് ചേർത്തു. ഉടലിൽ ചേർത്ത് വെച്ചപ്പോൾ വിഷ്ണു ഉണർന്നു. കുതിരയുടെ തലയും ഈ വിഷ്ണുവിൻ്റെ ഉടലുമായിട്ട് ആ ഹയഗ്രീവനാണ് പിന്നെ ഈ ഹയഗ്രീവനെ വധിച്ചത്, അസുരനെ വധിച്ചത്. അതേപോലെ തന്നെ മത്സ്യാവതാര കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഹയഗ്രീവൻ ധാരാളം വരുന്നുണ്ട്. ലളിതാ സഹസ്രനാമം നമുക്ക് പറഞ്ഞു തരുന്നതും ഈ ഹയഗ്രീവൻ തന്നെയാണ്. അങ്ങനെയുള്ള കഥകൾ. ഇനി ഹയഗ്രീവ അവതാരം എന്ന 5-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഇപ്പോൾ 112 ശ്ലോകങ്ങളാണ് ഈ 5-ാമത്തെ അധ്യായത്തിലുള്ളത്. 285 ശ്ലോകങ്ങൾ ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ഇനി 6, 7, 8, 9 4 അധ്യായങ്ങളിലായിട്ട് മധുകൈടഭവധം, ഭദ്രകാളി പ്രാദുർഭാവം എല്ലാം നമുക്ക് കാണിച്ചു തരണം. അത് നാളെ വായിക്കാം.
ശ്രീ മഹാദേവി നമ. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ശ്രീ